സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതം ചെറിയ ജീവിതമാണ്. ഏത് സമയത്തും മരണം നമ്മെ പിടികൂടും. നമ്മുടെ ബന്ധങ്ങൾ വിലപ്പെട്ട ബന്ധങ്ങളാണ്. ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നമുക്ക് എപ്പോഴും ഉപകരിക്കുന്ന ബന്ധങ്ങളാണ് നമ്മുടെ ബന്ധങ്ങൾ. ആ ബന്ധങ്ങളെ ഒരു നിലയ്ക്കും നാം മുറിച്ചു കളയരുത്. ആ ബന്ധങ്ങൾ എപ്പോഴും കൂട്ടിപ്പിടിക്കണം. സ്നേഹത്തോടെ, കരുണയോടെ, കരുതലോടെ കൂട്ടിപ്പിടിക്കണം. ബന്ധങ്ങൾ മുറിച്ചു കളയരുത്. പ്രിയപ്പെട്ടവരോടുള്ള ബന്ധങ്ങൾ നിലനിർത്താമായിരുന്നുവെന്ന് അവരുടെ മരണത്തിന് ശേഷം നാം കരുതിയിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ കൂട്ടിപ്പിടിക്കാമായിരുന്നുവെന്ന് നാം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ കരുതിയിട്ടും കാര്യമില്ല. എപ്പോഴും അവരെ കൂട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ നമ്മുടെ ആളാക്കി നിർത്തുക. ഒരു ഗുരുവിന്റെയും 2 ശിഷ്യന്മാരുടെയും ചിന്തിക്കേണ്ട രസകരമായ കഥയാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഗുരുനാഥൻ 2 ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു. 2 പൂക്കൾ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് ആദ്യം ചിരിച്ചു കാണിക്കുന്നവർക്ക് നിങ്ങൾ ഈ പൂക്കൾ കൊടുത്തിട്ട് വരിക. ഒരു ശിഷ്യൻ പോയി കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നു. മറ്റേ ശിഷ്യൻ പോയി. വൈകുന്നേരമായിട്ടും പൂവ് ആരും വാങ്ങിയില്ല. ആ പൂവുമായിട്ട് ശിഷ്യൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, എന്റെ പൂവ് ആരും വാങ്ങിയില്ല. മറ്റേ ശിഷ്യൻ പറഞ്ഞു, എന്റെ പൂവ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വാങ്ങിപ്പോയിരിക്കുന്നു. അതെങ്ങനെയാ വാങ്ങിയത്? ഞാൻ ഈ പൂവുമായി പോയപ്പോൾ ഒരാളെ കണ്ടു. ഞാൻ അയാളുടെ നേരെ ചിരിച്ചു കാണിച്ചു. അയാൾ എന്റെ നേരെയും ചിരിച്ചു കാണിച്ചു. ഞാൻ ആ പൂവ് കൊടുത്തു. മറ്റേ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ആരോടും ചിരിക്കാൻ നിന്നില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നോട് ആരും ചിരിച്ചില്ല. ഇതാണ് ജീവിതം. പലപ്പോഴും നാം അങ്ങോട്ട് സ്നേഹവും കരുതലും പുഞ്ചിരിയും നൽകാത്തതിന്റെ പേരിൽ പല ബന്ധങ്ങളും അകന്നു പോവുകയാണ്. നാം പഴിചാരുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരെയുമായിരിക്കും. നാം അവരെ കൂട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വരുതിയിലാക്കേണ്ടതിന് പകരം പലപ്പോഴും നാം നിസാര കാര്യങ്ങൾക്ക്, എന്നെ അവൻ കല്യാണം വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ അയാളെ വിളിക്കൂല, എന്റെ കല്യാണത്തിന് വന്നില്ല, അതുകൊണ്ട് ഞാൻ അവന്റെ കല്യാണത്തിന് പോവില്ല, ഇങ്ങനെയെല്ലാം ചെറിയ ചെറിയ പിണക്കങ്ങൾ ജീവിതത്തിൽ വലിയ ബന്ധങ്ങൾ തകരുന്ന രൂപത്തിലാക്കി തീർക്കുകയാണ്. നമുക്ക് നന്മയിലായി മുന്നേറാം. അള്ളാഹു നന്മ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നല്ല ഉപദേശങ്ങളുമായി മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.